ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവയാനിയാണെങ്കിൽ നയനയ്ക്കും ആദർശിനും ഉള്ള പലഹാരം ഉണ്ടാക്കി വെച്ചോണ്ടിരിക്കുക. എന്നാലും അവരിടയ്ക്ക് കയറി വന്നതുകൊണ്ടാ, ഇല്ലെങ്കിൽ എൻ്റെ മോനും മരുമോൾക്കും കൊടുക്കായിരുന്നു. അവർക്ക് വേണ്ടിയാ ഞാൻ ഇത്രയും ആഗ്രഹിച്ച് പലഹാരം ഉണ്ടാക്കിയത്. സാരമില്ല, എന്നാൽ ഇനി ഉണ്ടാക്കിയ ഇത്തിരിയും കൂടെ ടേസ്റ്റ് കൂട്ടി ഉണ്ടാക്കാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ദേവയാനി പഴംപൊരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അതിനെയാണ് അബിക്കാണെങ്കിൽ ഭയങ്കര വയറുവേദന, ഒട്ടും സഹിക്കാനും പറ്റുന്നില്ല. പിന്നെ അനാമിക, വേണു, രേവതി, അങ്ങനെ എല്ലാവർക്കും വയറുവേദന എടുത്തിട്ട് ഒരു രക്ഷയില്ല. അപ്പോഴേക്കും രേവതി, ഇതെന്തോ മനഃപൂർവ്വം നമുക്കിട്ട് പണി തന്നതാ വേണു കേട്ടാ. അതെനിക്കും തോന്നുന്നുണ്ട്. എന്തായാലും ഇതൊരു വല്ലാത്ത കഷ്ടം തന്നെയാ. നമ്മളിവിടെ എപ്പോൾ വന്നാലും ഇങ്ങനെയൊക്കെയാണല്ലോ സംഭവിക്കുന്നത്. ഇതെന്താ ഇത്? എന്തൊരു കഷ്ടമായത്. നമുക്കൊരിക്കലും ഇങ്ങനെയൊന്നും വരാൻ പാടില്ല എന്ന് കരുതിയതാ. ഇപ്പോൾ ദേവയാനി ഭക്ഷണം ഉണ്ടാക്കിയതുകൊണ്ടാണ് വിശ്വാസത്തോടെ കഴിച്ചത്. ഇതിപ്പോൾ ദേവയാനി ഉണ്ടാക്കുന്ന ഭക്ഷണവും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ ഈ വീട്ടിലേക്ക് ഇനി വരാതിരിക്കുന്നതാ രേവതി നല്ലത്. അതേ വേണു കേട്ടാ, ഇനി ഇങ്ങോട്ടേക്ക് വരാൻ എനിക്ക് ബുദ്ധിമുട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനാമിക വയറും അമർത്തി പിടിച്ചുകൊണ്ട് വരിക. അമ്മയ്ക്കിപ്പോൾ വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോന്നോ? അതേ ഉള്ളൂ, അത് മാത്രമേ ഉള്ളൂ. എന്തൊരു കുഴപ്പം മോളെ, എന്താ ഇത്? ഈ കണക്കിന് നീ ഇവിടെ ജീവിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടിയാണല്ലേ? അത് പിന്നെ ഞാൻ പ്രത്യേകം പറയണോ? എന്തായാലും എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ബാത്റൂമിൽ പോകുന്നത് പോട്ടേന്ന് വയ്ക്കാം, പക്ഷെ അതിനിടയ്ക്ക് വരുന്ന ഈ വയറുവേദനയുണ്ടല്ലോ, അതൊരു വല്ലാത്ത വേദന തന്നെയാണ് എന്നൊക്കെ പറയുകയാണ്. ഈ സമയമാണെങ്കിൽ നമ്മുടെ രേവതി, എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. എന്തൊക്കെ സംഭവിച്ചാലും ദേവയാനി ചേച്ചി അങ്ങനെ ഭക്ഷണത്തിൽ മായൊന്നും കലർത്തില്ല, അത് ശരിയാ. പക്ഷെ അതെല്ലാം കലർത്തുന്ന ഒരുത്തി ഇവിടെയുണ്ട്. എനിക്ക് സംശയം അവളെയാണ്, ആ നവ്യയെ. നമ്മളിവിടെ അമ്മയും അച്ഛനോട് വരുന്നു അറിഞ്ഞിട്ട് അവൾ തന്നെ മനഃപൂർവ്വം ചെയ്തതായിരിക്കും. എന്തായാലും അവൾക്കിട്ട് ഞാനൊരു പണി കൊടുക്കുന്നുണ്ട്. എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര കഷ്ടമാണ്. എന്നാലും മോളെ, നീ ഇവിടെ എങ്ങനെ ജീവിക്കുന്നു? ഞാൻ പറഞ്ഞല്ലോ അച്ഛാ, വലിയ ഭക്ഷണം ഉണ്ടാക്കുന്നതുകൊണ്ടാ കഴിക്കാൻ പറ്റുന്നത്. ഇത് മറ്റാരെങ്കിലും ആണെങ്കിൽ എനിക്കുള്ള പണി അവർ തന്നായിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എന്തൊക്കെ സംഭവിച്ചാലും ശരി. എനിക്ക് നല്ല വയറുവേദനയുണ്ട്. എന്ത് ചെയ്യാനാ? പുറത്തുനിന്ന് ഭക്ഷണം മേടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചാൽ എൻ്റെ കഴുത്തിൽ താലി കെട്ടി ഒരുത്തന്നെ മുകളിലുണ്ടല്ലോ, സമ്മതിക്കത്തുമില്ല അവൻ. പിന്നെ അങ്ങനെ എങ്ങാനും കഴിക്കാൻ വഴിയുണ്ടെങ്കിലും ഇവിടെയുള്ള കിളവനും കിളവയും കൂടെ തുടങ്ങും ഓരോരോ കാര്യങ്ങൾ പറച്ചിൽ. അതൊക്കെ സഹിച്ചിട്ടാ ഞാൻ ഒന്നും മേടിച്ചും കഴിക്കാത്തത് എന്നൊക്കെ അനാമിക പറയാണ്. പിന്നെ സഹി കെട്ടാല പുറത്തേക്ക് ഇറങ്ങുന്നേ. പുറത്തിറങ്ങിയാൽ എന്തായാലും കിട്ടിയാലായി. അച്ഛനറിയാലോ, ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നത് തന്നെ എന്തെങ്കിലും കാര്യമായിട്ട് തടയണം, അതിനു വേണ്ടി മാത്രമാണ്. അങ്ങനെ എന്തെങ്കിലും തടഞ്ഞാൽ ഞാനിവിടെ നിന്ന് അങ്ങ് പോകുവച്ചാ. എനിക്കിവിടെ നിൽക്കാൻ വയ്യ. അല്ലെങ്കിൽ തന്നെ അനിയെന്ന് പറഞ്ഞൊരുത്തന്നെ എൻ്റെ തലയിൽ കയറി വന്നതോടെ എൻ്റെ ഉള്ള സമാധാനം മുഴുവനും പോയി എന്നൊക്കെ അനാമിക പറയുക. മോള് വിഷമിക്കേണ്ട. എന്തായാലും കാര്യമായിട്ട് എന്തെങ്കിലും തടഞ്ഞാൽ മോൾ അവനെ ഉപേക്ഷിച്ചോ. പിന്നെ എടിപിടിയിൽ നിന്നും അങ്ങോട്ട് ഓടി പോന്നേക്കരുത് കേട്ടോ. ശരി അച്ഛാ. പിന്നെ ഒരു കാര്യം, ഞാൻ അവനെ ഡിവോഴ്സ് ചെയ്താലും ആ നന്ദു എന്ന് പറയുന്നവൾ അവൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല. മറ്റാര് വന്നാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ നന്ദു വരാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറയാണ്. അത് കേട്ടതും രേവതി, അങ്ങനെ എന്തെങ്കിലും സാധിക്കണമെങ്കിൽ മോള് ഇവിടെ തന്നെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപദേശിക്കണം. ഈ സമയം, അയ്യോ എനിക്ക് പറ്റുന്നില്ല രേവതി, ഞാൻ എന്തായാലും ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം എന്നും പറഞ്ഞ് വേണു അങ്ങ് പോവുക. വേണു ബാത്റൂമിലേക്ക് പോയി കഴിഞ്ഞതും, എനിക്കും വയ്യ വേണു കേട്ടാ, പെട്ടെന്ന് വരണേ എന്നും രേവതി ഒച്ചത്തിൽ. ഈ സമയം പിന്നീട് കാണിക്കുന്ന അബിയാണെങ്കിൽ നവ്യ ഇരിക്കുന്നിടത്തേക്ക് ചെല്ലുക. അപ്പോൾ നവ്യ ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പം നവ്യ അങ്ങോട്ട് ചെന്നത് നമ്മുടെ അബി, എന്താ ചിരിക്കുന്നേ? അതിന് കരയാനും വേണ്ടി ഇവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ, അതുകൊണ്ടാണ് ചിരിക്കുന്നേ. എല്ലാം ചെയ്തു വെച്ചിട്ട് നീ മനഃപൂർവ്വം ചിരിക്കുവാണല്ലേ? എന്ത് ചെയ്തുന്ന്? എൻ്റെ വയറ് കേടായി അമ്മായി ഉണ്ടാക്കി വെച്ച ഭക്ഷണം കഴിച്ചിട്ട്. സത്യം പറയടി, നീ അതിലെന്തെങ്കിലും കലർത്തിയോ? അതേടാ, ഞാനാ കലർത്തിയത്. എന്താ, നിനക്ക് വല്ല പരാതിയുണ്ടോ എന്നും അബിയോട് ചോദിക്കണം. അത് കേട്ടതും നമ്മുടെ അബി, എൻ്റെ ദൈവമേ, എന്നാലും എന്തൊരു വയറുവേദന. അതെ, എന്തേലും തിന്നാൻ കണ്ട വലിച്ചു വാരി തിന്നാൻ പാടില്ല, വയററിഞ്ഞ് തിന്നണം. അതല്ലെങ്കിൽ നിനക്കില്ലല്ലോ. എവിടെ ചെന്നാലും വലിച്ചു വാരി തിന്നും, മൂക്ക് മുട്ട തിന്നും, എന്നിട്ട് ഒന്നെങ്കിൽ ഛർദ്ദിക്കും, ഇല്ലെങ്കിൽ വയറുവേദന എടുത്ത് ഇങ്ങനെ ഓടി കിടക്കും. നിന്റെ സ്വഭാവം എനിക്കറിയാവുന്നതല്ലേ എന്നൊക്കെ പറയാ. ഇതൊന്നും അല്ല, ഞാൻ കുറച്ചേ കഴിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബി ഇങ്ങനെ ഇരിക്കുമ്പോൾ അനാമിക വരിക. അബിയേട്ടാ. എന്താ അനാമിക? വലിയമ്മ ഉണ്ടാക്കിയ പഴംപൊരി കഴിച്ചിട്ട് അബിയേട്ടന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോന്നോ? കുഴപ്പം മാത്രമേ ഉള്ളൂ, ഒരു 1.5 കുഴപ്പമാണ്. എനിക്ക് തീരെ വയ്യ, വയറുവേദന എടുത്തിട്ട് സഹിക്കാൻ പറ്റണില്ല
എന്നൊക്കെ പറയാണ്. അത് കേട്ടതും നമ്മുടെ അനാമിക എനിക്കും അങ്ങനെ തന്നെയാ ബേട്ടാ, ഭയങ്കര വേദനയുണ്ട്. അമ്മായി പഴംപരി ഉണ്ടാക്കി വെച്ചത് ഇവളുടെ അനിയത്തിക്കും അവളുടെ ഭർത്താവിനും കൊടുക്കാനാ. ആ സമയത്ത് എൻ്റെ അച്ഛനും അമ്മയും കയറി വന്നല്ലോ. അങ്ങനെ വന്നപ്പോൾ പലഹാരം മുഴുവനും ഞങ്ങൾക്ക് തന്നു. ആ സമയത്ത് ഇവള് പലഹാരത്തിൽ എന്തോ കലർന്നിട്ടുണ്ട്. നീയാണത് ചെയ്തത്. ആ ഡേ, എന്തൊക്കെയാടി നീ പറയുന്നത്? ഇവിടെ ഒരു ഫുഡ് ഉണ്ടാക്കി വെച്ചാൽ ആ ഫുഡിൽ മായം കലർത്തുന്നോ കുറച്ച് പേര് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് നീ എന്നെ കുറ്റം പറയൊന്നും വേണ്ട. അപ്പം അനാമികയെ നോക്കുകയാണ്. ഈ സമയമാണെങ്കിൽ നമ്മുടെ അനാമിക ഞാനൊന്നുമല്ല, ഞങ്ങളുടെ വയറ് കേടാവണമെങ്കിൽ നിങ്ങളൊക്കെ തന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നീ അങ്ങനെ തന്നെ കരുതിക്കോടി, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എനിക്കിവിടെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ വീട്ടിൽ അങ്ങനെ ചെയ്യുന്നവരാരൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഒന്നെങ്കിൽ നിൻ്റെ അമ്മയും നിൻ്റെ അച്ഛനും, ഇല്ലെങ്കിൽ ഇവൻ്റെ അമ്മ, അല്ലെങ്കിൽ നിൻ്റെ അമ്മായിയമ്മ. ഇങ്ങനെയുള്ളവർ മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യൂ. തരം താഴ്ന്ന പരിപാടി ഒരിക്കലും അമ്മായി അത് ചെയ്യില്ല. കാരണം അവർക്ക് നയനയോട് ഇത്തിരി ദേഷ്യം ഉണ്ടെങ്കിലും അവരുടെ മനസ്സ് നല്ല മനസ്സാ. മറ്റുള്ളവരെ ദ്രോഹിക്കാനൊന്നും അവർക്ക് കഴിയില്ല. അവരിപ്പോൾ ഒരു ഗ്ലാസ് പാല് കുടിച്ചിട്ടാ ആശുപത്രിയിലായത്. ആ പാല് എനിക്ക് വേണ്ടി വെച്ചതാ. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറഞ്ഞതുപോലെ നീ എന്തൊക്കെയോ നിങ്ങൾ കലക്കിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ സംഭവിച്ചത്. അന്നാ പാല് ഞാൻ കുടിച്ചിരുന്നെങ്കിൽ ഞാനിവിടെ ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ ദൈവം എന്തോ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് പാല് വേറെ ആൾ മാറി കുടിച്ചു. അതാണ് അമ്മായി ഹോസ്പിറ്റലിലാകാൻ കാരണം. എന്നാലേ നീ ഒരു കാര്യം ചെയ്. ആ പാലിൽ മായം കലർത്തിയത് ഞാനാണെന്ന് നീ പറഞ്ഞല്ലോ. ശരി, സമ്മതിച്ചു. നയനയെ നീ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇല്ല, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും. ഇപ്പം അമ്മായി ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ ഞങ്ങളാണ് കലർത്തിയെന്ന് പറഞ്ഞില്ലേ, നീ ചെന്ന് കേസ് കൊടുക്കടി. എന്നിട്ടേ പോലീസുകാരോട് അന്വേഷിക്കാൻ പറ. അപ്പോൾ കൂടെ പാലിന് വിഷം കലർത്തിയവരെ കൂടെ പോലീസുകാർ കണ്ടുപിടിച്ചോളും എന്നും നമ്മുടെ നവ്യ. അത് കേട്ടതും അനാമിക അയ്യടാന്നായിപ്പോയി. എന്ത് പറയണമെന്നറിയാതെ അനാമിക ഇങ്ങനെ ആലോചിക്കുക. ഈ സമയം ഒന്ന് അടങ്ങ് നവ്യേ, അനാമിക പറഞ്ഞതിലും കാര്യമുണ്ട്. നിനക്ക് ഇവളോടും ഇവളുടെ അമ്മയോടൊക്കെ ദേഷ്യ. അതുകൊണ്ട് നീ അങ്ങനെ വല്ലതും ചെയ്തോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലേ ഞാനത് മുഖത്ത് നോക്കി തന്നെ സമ്മതിക്കും. അല്ലാതെ എനിക്ക് നിന്നെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായല്ലോ? അല്ല, നിന്റെ അമ്മയെന്ന് പറയുന്ന ഒരുത്തി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് അവരെങ്ങോട്ട് പോയി? അമ്മായി പഴംപൊരി ഉണ്ടാക്കി കൊണ്ട് അവിടെ ഹോളിൽ വെക്കുന്നത് വരെ അവരെ കണ്ടില്ലല്ലോ എന്നൊക്കെ പറയണം. അത് കേട്ടതും നമ്മുടെ അത് ശരിയാണല്ലോ, അമ്മയെ കാണാനില്ല. അവർ മുങ്ങിയിട്ടുണ്ടെങ്കിലേ ഇതിൻ്റെ പിന്നിൽ അവർ തന്നെയായിരിക്കും. അല്ല, നീ എന്തിനാടി ഞങ്ങളുടെ മുറിയിലേക്ക് വന്നത്? അത് പിന്നെ ഈ പഴംപൊരി കഴിച്ചിട്ട് അബിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് അറിയാൻ വേണ്ടി വന്നതാ. അങ്ങനെ കുഴപ്പമുണ്ടോന്നുണ്ടെങ്കിലേ അവൻ സഹിച്ചോളും, നീ അതിൽ ത്യാഗമൊന്നും ചെയ്യണ്ട, ഇറങ്ങിപ്പോടി ഞങ്ങളുടെ മുറിയിൽ നിന്ന് എന്നും പറഞ്ഞ് നവ്യ അനാമികയെ ആട്ടിപ്പയക്കുക. ഈ സമയം നാണം കെട്ട അനാമിക പുറത്തേക്ക് പോവുകയാണ്. ഇതേ സമയം നയനയും ആദർശും ഇരുന്ന് ഭയങ്കര പഴംപൊരി ടേസ്റ്റായിട്ട് കഴിക്കുക. നല്ല രുചിയുണ്ടമ്മേ, കൂടുതൽ സുഖിപ്പിക്കുകയൊന്നും വേണ്ട എന്നും ദേവയാനി അങ്ങനെ പറഞ്ഞിട്ട് ദേവയാനി ഇരുന്ന് ചിരിക്കുക. അപ്പം അത് നയന ശ്രദ്ധിച്ചു. ഈ സമയമാണെങ്കിൽ ആദർശ് എന്തായാലും അമ്മ ഓരോ ദിവസം ഓരോ പലഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതും വ്യത്യസ്തരമായിട്ട്. എന്തായാലും എല്ലാം നന്നായിട്ടുണ്ടമ്മേ എന്നൊക്കെ പറയണം. ഞാൻ നിനക്ക് വേണ്ടിയ മോനെ ഓരോന്നുണ്ടാക്കി വയ്ക്കുന്നേ, പിന്നെ ഇവൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നും ദേവയാനി. ഈ സമയം ദേവയാനി അങ്ങനെ പറഞ്ഞിട്ട് ആലോചിക്കുക. ഈശ്വര, എൻ്റെ മരുമോളും മോനും വയറ് നിറച്ച പഴംപൊരി കഴിക്കുമ്പോൾ എന്തൊരാശ്വാസ, എന്തൊരു സന്തോഷമാണ്. ഇവർക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതൊക്കെ ആ നാശങ്ങളെടുത്ത് കഴിച്ചു. സാരമില്ല, എൻ്റെ മക്കൾക്ക് ഇത്തിരിയുടെ ടേസ്റ്റുള്ള ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ദേവയാനി ഇങ്ങനെ ഇരിക്കുക. ഈ സമയമാണെങ്കിൽ ജലജ അങ്ങോട്ട് വരിക. ജലജ വന്നതും നമ്മുടെ ദേവയാനി, ജലജ നീ ഇതെവിടെ പോയിരിക്കുമായിരുന്നു? ഞാനൊരു ബ്ലൗസ് മേടിക്കാൻ വേണ്ടി പോയത് ഏട്ടത്തി. അപ്പോഴാണ് ജലജ അത് ശ്രദ്ധിക്കുന്നത്. ആദർശം നയനിരുന്ന് പഴംപൊരി കഴിക്കുന്നു. കഴിക്കടി. എന്തായാലും ഈ പഴംപൊരി കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ നീയും നിന്റെ കെട്ടിയവനും കൂടി ഇവിടെ കിടന്ന് തേരാപ്പാര ഓടും, അതെനിക്ക് കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ നിൽക്കുക. ജലജേ, എന്താ? എന്നാ വാ, ഒരു പഴംപൊരി കഴിക്ക്. എനിക്ക് വേണ്ട. ഇത് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാ ഏട്ടത്തി. നിങ്ങളും മോനും മരുമോളും വരുമ്പോൾ കഴിക്കാനായിട്ട്, അതുകൊണ്ട് എന്നെ കഴിച്ചോ. നീ ഒരെണ്ണം എടുത്തുനിന്ന് കരുതി കുഴപ്പമൊന്നുമില്ല ജലജ എന്നും ദേവയാനി. വേണ്ട ഏട്ടത്തി, നാം പിന്നെ കഴിച്ചോളാം, ഇവർ കഴിച്ചു കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ അങ്ങ് പോവുക. ഈ സമയം വേണ്ടെങ്കിൽ വേണ്ട,
ആ അതിന്ന് ഒരെണ്ണം എടുത്താലും ഒരെണ്ണം കുറഞ്ഞു പോകും. പക്ഷെ എൻ്റെ മരുമോൾ ഇത് നല്ലോണം കഴിക്കുന്നുണ്ട്. കഴിക്കട്ടെ, വയറ് നിറച്ച് കഴിക്കട്ടെ, അവൾക്ക് ഇനിയും വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. ആദർശ് പറയുന്ന പോലെ പറഞ്ഞാൽ മതി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ദേവേനെ ഇങ്ങനെ അവർ കഴിക്കുന്നത് നോക്കി ആസ്വദിച്ചിരിക്കുക. ഈ സമയമാണെങ്കിൽ വയറ്റത്ത് അമർത്തി പിടിച്ചുകൊണ്ടിരുന്ന അബിയുടെ അടുത്തേക്ക്, എടാ മോനെ, ഞാനേ ഇന്നൊരു കാര്യം ചെയ്തു. അപ്പോൾ അബി, എന്താ അമ്മേ? എടാ, കുറച്ച് കഴിയുമ്പോൾ ഒരുത്തി ഇവിടെ കിടന്ന് ഓടുന്നത് കാണാം, പരക്കം പായുന്നത് കാണാം എന്നും പറയാണ്. എന്തൊക്കെയാ അമ്മ പറയുന്നേ? എടാ, അവരവിടെ ഇരുന്നേ പഴംപൊരി കഴിക്കുക. ആ പഴംപൊരിയിൽ വയറിളകാനുള്ളൊരു പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. എന്താ, വയറിളകാനൊരു പൊടി ഞാൻ ചേർത്തു എന്ന്? എൻ്റെ ദൈവമേ, അപ്പോൾ ആ പഴംപൊരി കഴിച്ചിട്ടാണോ ഞങ്ങൾക്ക് ഈ അവസ്ഥ ഉണ്ടായത്? അപ്പോൾ അമ്മയാണ് ഈ പരിപാടി ഒപ്പിച്ച് വെച്ചല്ലേ? എന്താടാ, എന്തു പറ്റി? ഒന്നും അറിയാത്ത പോലെ ചോദിക്കണ്ട. ആ പഴംപൊരി കഴിച്ചത് അവളും അവനും അല്ല, പിന്നെ ആരാ? ഞാനും ദേ അനാമികയുടെ അച്ഛനും അമ്മയുവാ, അനാമികയുവാ. ഈശ്വര, അതെപ്പോൾ സംഭവിച്ചു? അമ്മായി പഴംപൊരി ഉണ്ടാക്കി വെച്ചുകൊണ്ടിരുന്ന സമയത്താ അവർ കയറി വന്നത്. അവർക്ക് പഴംപൊരി കഴിക്കാൻ കൊടുത്ത സമയത്താ ഞാൻ വന്നത്. അങ്ങനെ ഞങ്ങൾ 4 പേരും പഴംപൊരി വെട്ടി വിഴുങ്ങി. പഴംപൊരി മൊത്തം കഴിഞ്ഞു. അവസാനം എനിക്കും വയ്യാതെയായി, അനാമികയ്ക്കും വയ്യാതെയായി, അനാമികയുടെ അമ്മയ്ക്കും അച്ഛനും വയ്യാതെയായി. അത് കേട്ടതും ഈശ്വര, എന്തൊരു മണ്ടത്തരോടാ കാണിച്ചത്. അല്ല, അപ്പം അവർ കഴിക്കുന്ന പഴംപൊരിയോ? അതല്ല അമ്മേ, പഴംപൊരിയൊക്കെ തീർന്നു പോയതുകൊണ്ട് അമ്മായി വീണ്ടും ഉണ്ടാക്കിയ പഴംപൊരി അത്. എൻ്റെ ഈശ്വര, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഞാൻ ആകെ ഒരു ത്രില്ലിലായിരുന്നു. പഴംപൊരി കഴിച്ചിട്ട് അവളും അവനും ഇവിടെ കിടന്ന് ഓടുന്ന രംഗം കണ്ടുകൊണ്ട് വരാമെന്നും കരുതി ഒന്ന് പുറത്തേക്ക് പോയതാ. അപ്പോഴേക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്നൊക്കെ പറയണം. ദേ, നിങ്ങളെ ഞാൻ ശരിയാക്കും. എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറഞ്ഞൂടെ? നിന്നോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നിന്നോട് പറയാതെ ഞാനിതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നത്. എന്തായാലും ദേ, എൻ്റെ പ്ലാൻ ഫലിച്ചില്ല. നീയും അവരും 3 പേരും കൂടെ അത് കുളവാക്കി. വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. അമ്മായിയമ്മ മരുമോളെ മരുമോളെ സ്നേഹിക്കുമെന്നൊരു പേടി എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചത്. ഇത് നടന്നു കഴിഞ്ഞാൽ രണ്ടും കൂടെ നല്ല അടിയാവുന്നു. പക്ഷേ നീ എല്ലാം തൊലച്ചല്ലോടാ. ഞാൻ എന്ത് പ്ലാൻ ചെയ്താലും അതിൻ്റെ ഇടയിൽ വന്ന് കൊളാക്കിക്കോളും നാശം പിടിച്ചവൻ. അതിന് എന്നെ പറഞ്ഞിട്ട് എന്താ അമ്മ കാര്യം? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അനുഭവിക്കും. എന്തെങ്കിലും ഉണ്ടാക്കി ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വെട്ടി വിഴുങ്ങി അങ്ങ് തിന്നോളും. അതിലെന്തെങ്കിലും ഉണ്ടോയെന്നെങ്കിലും പറയണം. ദേ, ഇനിയെങ്കിലും ഇതുപോലുള്ള വൃത്തികെട്ട പരിപാടികൾ ചെയ്യുമ്പോൾ എന്നോട് പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയം നയന വീണ്ടും പഴംപൊരി കഴിച്ചിട്ട് നമ്മുടെ ദേവയാനിയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടമ്മേ, അമ്മ ഉണ്ടാക്കുന്ന കറികളും പലഹാരങ്ങളും ഭക്ഷണവും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ഇതിനിപ്പോൾ ആരും കുറ്റം പറയില്ല. അപ്പോഴേക്കും രേവതിയുടെയും വേണുവിൻ്റെ അടുത്തേക്ക് നമ്മുടെ ജലജ ചെല്ലുക. എന്താ കാര്യങ്ങളൊക്കെ അഭി പറഞ്ഞു? എന്നാലും വല്ലാത്തൊരു കഷ്ടമല്ലേ? എന്ത് ചെയ്യാനാ, ഈ വീട്ടിൽ അങ്ങനെ ഒരു കാര്യം നടക്കണമെങ്കിൽ അത് ചെയ്യാൻ എൻ്റെ മരുമോളെന്ന് പറയുന്നൊരുത്തി ഇവിടെ ഉണ്ടല്ലോ, അവളായിരിക്കും ഇതിൻ്റെയൊക്കെ പിന്നിൽ. അങ്ങനെ ഒരു സംശയം ഞങ്ങൾക്കുണ്ട് അപ്പച്ചി. എൻ്റെ ജലജയെ ഈ വഴിക്കാണ് പോക്കെങ്കിൽ ഇനി മേലെ ഞാനും എൻ്റെ വേണുവേട്ടനും ഇങ്ങോട്ട് വരില്ല. ഞങ്ങൾക്ക് വയ്യ ഇങ്ങനെ ഓടാൻ. എപ്പോൾ ഇവിടെ വന്നാലും പ്രശ്നമാണ്. ഞങ്ങളുടെ മോൾക്ക് ഇടക്കിടക്കേ കുഴപ്പമുള്ളൂ, ഞങ്ങൾ വരുമ്പോൾ മാത്രം. പക്ഷെ ഞങ്ങൾ വരുമ്പോൾ മാത്രം എന്തിനാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അതാണ് ഒരു പിടിയും കിട്ടാത്തത്. സാരമില്ല വേണു, എന്തായാലും നമുക്ക് കണ്ടുപിടിക്കാം ആരാന്ന്. സാരമില്ല, എന്ത് ചെയ്യാനാ, നമുക്ക് പോകാം. അയ്യോ, വയറ് ക്ലീൻ ആകാതെ പോകാൻ പറ്റില്ലല്ലോ. സാരമില്ല, പോകുന്ന വഴി പെട്രോൾ പമ്പോ ബന്ധുക്കളുടെ വീടോ ഒക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ അവിടെ എവിടെയെങ്കിലൊക്കെ പോയി ബാത്റൂം പോയിക്കോളാം. എന്നാലും ഇവിടെ നിൽക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് വേണുവിൻ്റെ രേവതിയും താഴേക്ക് പോകാനൊരുങ്ങുക. ഈ സമയമാണെങ്കിൽ ജലജയും അങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് താഴേക്ക് ഇറങ്ങി ചെല്ലും. അപ്പോൾ ദേവേനോട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദർശും നയനയും പഴംപൊരി കഴിക്കുന്നുണ്ട്. അല്ല, പഴംപൊരി കഴിച്ചിട്ട് ഇവർക്ക് കുഴപ്പമൊന്നുമില്ലേ? മോനെ ആദർശേ, നിനക്ക് കുഴപ്പമൊന്നുമില്ലേ? ഇല്ല, എനിക്കൊരു കുഴപ്പമില്ല. എന്താ അങ്കിൾ? അല്ല, ആ പഴംപൊരി കഴിച്ചതിന് ശേഷം ഞങ്ങൾക്ക് നല്ല വയറുവേദനയുണ്ട്. ദേവയാനി ചേച്ചി ഇത് ചെയ്യില്ലെന്നറിയാം, പക്ഷെ എന്തായാലും ഇതാരോ ചെയ്തിട്ടുണ്ട്. ദേവയാനി ചേച്ചി ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ ആരോ മരുന്ന് കലർത്തിയിട്ടുണ്ട്, വയറിളകാനുള്ള മരുന്ന്. അത് കേട്ടതും അങ്ങനെ ഞാനല്ലാതെ ആരും അടുക്കള കയറിയില്ലല്ലോ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനാ ഞാൻ തന്നെ അടുക്കള കയറുന്നത്. ഞാൻ കയറിയതിന് ശേഷം ആരും അടുക്കളയിലേക്ക് വന്നിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാ അതിൽ പൊടി കലർന്നേ എന്നും നമ്മുടെ ദേവേനെ ചോദിക്കുക. അത് കേട്ടതും വീട്ടിൽ വിഷം കലർത്താനുള്ള ചിലവരിവിടെ ഉണ്ടല്ലോ. കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തി ശത്രുക്കളെ കൊല്ലുക, അതല്ലാതെ വേറൊരു ലക്ഷ്യവും ഇവിടെ ഉള്ളവർക്കില്ലല്ലോ. അത് കേട്ടതും
നീ ആരെ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ചേച്ചിയെ ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നെയും പ്രതിയാക്കി തന്നെയായിരുന്നു. അങ്ങനെ കഴിക്കുന്ന ഭക്ഷണത്തിലും കുടിക്കുന്ന വെള്ളത്തിലും വിഷം കലർത്തുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. അതാരാണെന്ന് ചിലവർക്കൊക്കെ നന്നായിട്ട് അറിയാം. അത് കേട്ടത് ദേവയാനി എന്തോ അറിഞ്ഞ പോലെയാണല്ലോ നീ സംസാരിക്കുന്നത്. എന്താ നയനെ? ഏയ് എനിക്കൊന്നും അറിയില്ലമ്മേ. അങ്ങനെയുള്ള സംഭവങ്ങളോട് നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരാണെന്ന് ചിലവർക്ക് അറിയാമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ, അതും നമുക്കിടയിലുള്ളവർക്ക് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന അങ്ങ് പോവുക. ഈ സമയമാണെങ്കിൽ പറയുന്ന പറച്ചിൽ കേട്ടില്ലേ, മനഃപൂർവ്വം പറയുക അവള് നമ്മളെ കൊടുക്കാൻ വേണ്ടി. പറഞ്ഞോട്ടെ, എനിക്കതിലൊരു കുഴപ്പമില്ല. ദേവേനി ചേച്ചിയെ സമ്മതിക്കണം. ഇവളുടെയൊക്കെ കൂടെയാണല്ലോ ചേച്ചിയൊക്കെ നിൽക്കുന്നത്. ഷോ എന്നാലും ഒരു വലിയ കഷ്ടം തന്നെയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയമാണെങ്കിൽ നമ്മുടെ രേവതിയും വേണവും അങ്ങ് പോവുക, മോളെ ഞങ്ങൾ ചെല്ലുക, പോട്ടെ മോളെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവർ പുറത്തേക്ക് പോയതും നമ്മുടെ ദേവയാനിയും ആദർശൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ ആദർശിനോട് ദേവയാനി, എടാ വീട്ടിൽ വന്ന വിരുന്നുകാരല്ലേടാ അവരോട് ഇത്തിരി മര്യാദയ്ക്ക് സംസാരിച്ചൂടെ? അവർക്ക് ഇത്രയും മര്യാദയൊക്കെ കൊടുത്താൽ മതിയമ്മേ. അവർക്ക് ഒരുപാട് മര്യാദ കൊടുത്താലേ ശരിയാവില്ല, തലേ കയറും. അപ്പോൾ നമ്മുടെ ദേവയാനി ചിരിക്കുക. ആ കാഴ്ച വീണ്ടും നയന ശ്രദ്ധിക്കണം. അതെ, അമ്മ ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്ന എന്തിനാന്ന് ആലോചിച്ചുകൊണ്ട് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്.